നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. തിരൂരിലും താന്നൂരിലും UDF LDF ഡീലെന്ന് BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റും താന്നൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ ദീപ പുഴക്കൽ പറഞ്ഞു. BJPയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്നും ദീപ പുഴക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താന്നൂർ ബോട്ട് ദുരന്തത്തിന് താന്നൂർ നഗരസഭയും മന്ത്രിയായിരുന്ന V. അബ്ദുറഹിമാനും ഒരുപോലെ കുറ്റക്കാരനാണെന്ന് BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റും താന്നൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ ദീപ പുഴക്കൽ പറഞ്ഞു. തിരൂരിലും താന്നൂരിലും UDF LDF ഡീലെന്നും BJPയെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്നും ദീപ പുഴക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ടൂറിസ്റ്റ് മേഖലയെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ MLA എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളല്ലേ? അവരതറിയാതെ പോയില്ലല്ലോ. ഈ ഒരു ബോട്ടിന് പെർമിഷൻ കൊടുക്കും. അവർ കൈമലർത്തണമെന്നും അവർ ഉത്തരവാദികളല്ല. അവരും നിഷ്പക്ഷമായിട്ട് ഒഴിഞ്ഞു മാറേണ്ടവരല്ല. മുനിസിപ്പാലിറ്റി അന്ന് ഭരിച്ചിരുന്നത് ആരാണോ അവരിതിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറേണ്ടവരല്ല. അവരറിയാതെ ഇത് നടക്കാൻ പാടില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവണത്. പിന്നെ MLAക്കും അതിന് റോളില്ലേ? ടൂറിസ്റ്റ് മന്ത്രി തന്നെ നല്ല ഊർജ്ജസ്വലമായിട്ട് ഓടി നടക്കുന്ന പ്രദേശമല്ലേ ഇവിടെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ട് സർവീസ് അവിടെ നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അതിൽ പരമാവധി പറ്റാവുന്ന ആളുകളെ കയറ്റുന്നതിലുപരി ആളുകളെ കയറ്റി കുത്തി നിറച്ച് ഒരു സംവിധാനം ഇല്ലാത്തൊരു ബോട്ടിൽ ജാക്കറ്റ് പോലും ശരിക്കും ഇല്ലാണ്ടാണ് അത്രയും ആളുകൾ അവിടെ നമ്മുടെ ഈ മണ്ഡലത്തിനെ നടുക്കിയ അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ ഇല്ലാത്ത രീതിയിൽ താനൂരിനെ അപകീർത്തി ഉണ്ടാക്കിയ ഒരു അപകടമാണത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ്. അവരങ്ങനെ ഒരു കാലങ്ങളായിട്ട് അവർ ചെയ്യുന്നൊരു നെറേറ്റീവാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയൊക്കെ വോട്ട് ചോർന്നു പോകുന്നുണ്ടല്ലോ. ഇവിടെ MLA ആയിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വിജയിക്കുമ്പോൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ അവർക്കൊരു സ്വന്തം ചിഹ്നത്തിന് മത്സരിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാണ്ട് പോകുന്നത്? അപ്പോൾ എവിടെയാണ് ഡീല് ശരിക്കും? ഞാൻ ചോദിക്കുന്നത്, മുനിസിപ്പാലിറ്റിയിൽ ഒരു ചിഹ്നത്തിൽ മത്സരിച്ച ഒരു LDF സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു മെമ്പറെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പ്രധാന പ്രതിപക്ഷം അവിടെ BJP ആണ്. അപ്പോൾ ഇവരുടെ MLA ആയിട്ട് തന്നെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടോ? സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡീല് എന്ന് പറയുന്ന സംഭവം ഒരു നറേറ്റീവ് അവരുണ്ടാക്കുക. BJPയുടെ വോട്ടൊന്നും എവിടെയും പോകില്ല. BJPയുടെ വോട്ടാണോ അതല്ല മറ്റേതാണോ നമ്മളതൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ വികസനത്തിനുള്ള വോട്ട്, അത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും നിയമസഭയായാലും പാർലമെൻ്റ് ആയാലും ജനങ്ങൾ ചെയ്യുന്ന വോട്ട് അതെല്ലാം BJPക്ക് നൽകുന്ന വോട്ടുകളാണ്. ഞാൻ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ UDFൻ്റെ ലീഡ് എന്ന് പറഞ്ഞത് 43,000-ലധികം വോട്ടാണ്. അതായത് പിന്നെ LDF കാൻഡിഡേറ്റ് ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ താനൂർ മണ്ഡലത്തിൽ അവർക്ക് കിട്ടിയത് 41,000 വോട്ടുകൾ അടുത്തേ ഉള്ളൂ. പക്ഷേ ഇത് നേരെ നിയമസഭയിലേക്ക് വരുമ്പോൾ അവർക്ക് 64,000 വോട്ടിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് 83,000-ൽ നിന്ന് 60,000-ലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഡീലല്ലേ എന്ന് ഞങ്ങൾക്കും പറയാമല്ലോ. തീർച്ചയായിട്ടും UDF LDF തമ്മിലാണ് ലീഡ്. ഒരുപക്ഷെ അവർ മഞ്ചേശ്വരത്തെ സീറ്റ് മറച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. മഞ്ചേശ്വരത്തെ LDFകാർ UDFന് വോട്ട് ചെയ്യുന്നു, ലീഗ് സ്ഥാനാർത്ഥിക്ക് അവിടെ വോട്ട് ചെയ്യുന്നു. അതിന് പകരം ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നൊരു സീറ്റ് അവർ കൊടുക്കുന്നുണ്ടാവും. താനൂരായിരിക്കാം ഒരുപക്ഷെ അത്. ഈ വർഷം ചിലപ്പോൾ തിരൂരായേക്കാം, പറയാൻ പറ്റില്ല. അവർ തമ്മിലുള്ള ഡീലാണ്. താന്നൂരിൽ സമഗ്രമായ വികസനം എത്തിയിട്ടില്ല. BJP മുന്നോട്ട് വെക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ വികസനത്തിന് താന്നൂർ മുൻതൂക്കം നൽകും. NDA വിജയിച്ചാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുസ്ഥിരമായ വികസനം ഉറപ്പാക്കുമെന്നും അവർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി ദീപ പുഴക്കൽ, പ്രതീക്ഷ ജില്ലാ ജനറൽ സെക്രട്ടറി K. പ്രിയേഷ്, ജില്ലാ സെക്രട്ടറി T. ഹരിദാസൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P. ദിബീഷ് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താന്നൂർ. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.